മുടികൊഴിച്ചിലിൽ തുടങ്ങി കഷണ്ടിയിലേക്ക് നയിക്കാൻ പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. 1. ഹെറിഡിറ്ററി അഥവാ പാരമ്പര്യമായിട്ട് കിട്ടുന്ന കഷണ്ടി. 2. ഹോർമോണിന്റെ വ്യതിയാനം മൂലം ഉണ്ടാവുന്ന കഷണ്ടി. 3. ഡാൻഡ്രഫ് അഥവാ താരൻ കൊണ്ടുണ്ടാവുന്ന കഷണ്ടി. ഇവയൊന്നുമല്ലാതെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടും സ്ട്രെസ്സുമായി ബന്ധപ്പെട്ടും ഇന്ന് കഷണ്ടി ഏറെ കണ്ടുവരുന്നു. ഇനി നമുക്ക് കഷണ്ടിയുടെ 7 സ്റ്റേജുകൾ പരിചയപ്പെടാം. സ്റ്റേജ് 1. സ്റ്റേജ് 1 നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നെറ്റി അല്പം കയറിയിട്ടാണുള്ളത്. അത് സ്റ്റേജ് 2 എത്തുമ്പോൾ കുറച്ചുകൂടി കയറും. സ്റ്റേജ് 3 എത്തുമ്പോൾ കുറച്ചുകൂടി പ്രോഗ്രസീവ് ആകും. ഈ സ്റ്റേജ് 3 നമ്മൾ പലരും നമുക്ക് കഷണ്ടി ഉണ്ട് എന്ന് നോട്ടീസ് ചെയ്യുന്നത്. സ്റ്റേജ് 4 എത്തുമ്പോൾ അല്പം ക്രൗണിൽ മുടി പോയി തുടങ്ങും, അവിടെ കഷണ്ടി ആയി തുടങ്ങും. സ്റ്റേജ് 5 എത്തുമ്പോൾ നെറ്റിയിലുള്ള കഷണ്ടിയും ക്രൗൺ ഏരിയയിലുള്ള കഷണ്ടിയും തമ്മിൽ ജോയിൻ ചെയ്ത് തുടങ്ങും. അത് സ്റ്റേജ് 6 ജോയിനിങ് കംപ്ലീറ്റ് ആവും. സ്റ്റേജ് 6 അത്യാവശ്യം നല്ല ബാലൻസ് ആയി മാറും. സ്റ്റേജ് 7 കുറച്ചുകൂടി പ്രോഗ്രസീവായി മാക്സിമം ബാലൻസ് ആയി മാറും. കഷണ്ടിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത് മുടികൊഴിച്ചിൽ തന്നെയാണ്. ഇനി മുടികൊഴിച്ചിലാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ആദ്യം ഒരു ഡോക്ടറുമായി കൺസൾട്ട് ചെയ്ത് എന്താ അതിന്റെ കാരണം എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് ട്രീറ്റ്മെന്റ് എടുക്കണം. ഇനി ആ മുടികൊഴിച്ചിലിൽ ഹെറിഡിറ്ററി അഥവാ പാരമ്പര്യം എന്നുള്ള ഫാക്ടർ ഉണ്ടെങ്കിൽ പിൽക്കാലത്ത് നിങ്ങൾക്ക് കഷണ്ടിയാവാൻ സാധ്യത കൂടുതലാണ്. ഇനി കഷണ്ടിയാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ തന്നെയാണ് ഒരു പെർമനന്റ് സൊല്യൂഷൻ. ഇനി നിങ്ങൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നല്ലൊരു ഡോക്ടറെ കണ്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാവുന്നതാണ്.